നമസ്കാരം. പണ്ടുകാലത്ത് തങ്ങളുടെ ഭരണത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ രാജാക്കന്മാർ ചാരന്മാരെ നിയോഗിച്ചിരുന്നു. വേഷത്തിലും ഭാവത്തിലും പ്രവൃത്തിയിലും സാധാരണക്കാരിൽ ഒരാളായി നാട്ടുകാർക്കൊപ്പം കൂടുന്ന അവർ നൽകുന്ന വിവരങ്ങളെല്ലാം അണുവിട തെറ്റിയിരുന്നില്ല. അതനുസരിച്ച് പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തിയിരുന്ന രാജാക്കന്മാർക്ക് എന്നും ജനമനസ്സുകളിൽ സ്ഥാനവും ഉണ്ടായിരുന്നു. അല്ലാത്തവരുടെ ഭരണത്തിന് അധികം ആയുസ്സുമുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാം. ഇക്കാര്യം നന്നായി അറിയാവുന്നവരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ BJPയും. ജനമനസ്സുകളിലെ അഭിപ്രായം വ്യക്തമായി അറിഞ്ഞ് ചെറിയ കാര്യങ്ങൾ പോലും അതനുസരിച്ച് മാറ്റുന്നതിൽ മോദിയും കൂട്ടരും കാണിക്കുന്ന ശ്രദ്ധ തന്നെയാണ് അവരുടെ വച്ചടിയുള്ള കയറ്റത്തിന് കാരണവും. കൊലകൊമ്പന്മാരുൾപ്പെടെ നിലവിലെ 21% MP സീറ്റ് നൽകാൻ BJP തയ്യാറാകാതിരുന്നതും അധികാരം തീരാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ മുഖ്യമന്ത്രിമാരെ മാറ്റി പരീക്ഷിക്കാൻ അവർക്ക് ധൈര്യം നൽകുന്നതും ഇതാണ്. അത്തരത്തിൽ നമോ ആപ്പാണ് ജനഹിതമറിയാൻ BJPയെ സഹായിക്കുന്നത്. 2 കോടിയോളം ആക്റ്റീവ് യൂസേഴ്സ് ഉള്ള ഈ ആപ്പാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കാനും ജനങ്ങളുടെ ഫീഡ്ബാക്ക് ശേഖരിക്കാനും പാർട്ടിയെ സഹായിക്കുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബർ 19 നമോ ആപ്പിലൂടെ ജൻമൻ സർവേ നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെയും MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെയും പ്രകടനത്തെക്കുറിച്ചുള്ള നിരവധി ലഘു ചോദ്യങ്ങളാണ് സർവേയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിലൂടെ പാർട്ടിക്കും സർക്കാരിലും ലഭിച്ചത് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കൂടിയായിരുന്നു. അതനുസരിച്ചാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ BJP നിശ്ചയിച്ചതുപോലും. നേരത്തെ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പുകളിലും സമാന രീതിയിൽ സർവേ നടത്തിയിരുന്നു. ഇതിലൂടെ എവിടെയൊക്കെ തങ്ങൾ അധികാരത്തിലെത്തുമെന്ന് പാർട്ടിക്ക് വ്യക്തമായ ധാരണയുമുണ്ടായിരുന്നു. ഫലം വന്നപ്പോൾ അത് അണുവിട തെറ്റിയതുമില്ല. ഫീഡ്ബാക്ക് മാത്രമല്ല, പാർട്ടിയിലേക്ക് യുവ വോട്ടർമാരെ എത്തിക്കുന്നതിനും അവർക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും ഈ ആപ്പ് ഉപയോഗിക്കുന്നു. അതേസമയം ഭരണ തുടർച്ചയ്ക്കൊപ്പം 400 സീറ്റുകൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നേറുന്നത്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട സീറ്റുകൾ കൂടി കൈപ്പിടിയിൽ ഒതുക്കുകയാണ് ലക്ഷ്യം. കേരളത്തിലെ സീറ്റുകൾ കൂടി അതിലുൾപ്പെടും. ഈ സീറ്റുകളിൽ വിജയിക്കാനാവും വിധം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് സംഘടനാ ചുമതലയുള്ളവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശവും. ലോക്സഭയിൽ കോൺഗ്രസ് മാത്രമാണ് ഇതുവരെ 400 സീറ്റ് നേടിയിട്ടുള്ളത്. 1984 രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ 404 സീറ്റുകൾ നേടിയായിരുന്നു കോൺഗ്രസിന്റെ മുന്നേറ്റം. BJP അധികാരത്തിൽ എത്തുന്നതുവരെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയ പാർട്ടി എന്ന റെക്കോർഡും കോൺഗ്രസിനായിരുന്നു. എന്നാൽ ആ റെക്കോർഡ് തകർക്കാനാണ് BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കൂടാതെ വോട്ട് നേടാൻ സോഷ്യൽ മീഡിയയും ആധുനിക സാങ്കേതിക വിദ്യയും കൂടിയേ തീരൂ എന്ന് നന്നായി മനസ്സിലാക്കിയ പാർട്ടി കൂടിയാണ് BJP. പ്രത്യേകിച്ചും യുവ വോട്ടർമാരെയാണ് BJP ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ വളരെ പിന്നിലാണെന്ന് തന്നെ പറയാം. ആവശ്യത്തിന് ഫണ്ടില്ല എന്നതാണ് ഇതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം BJPയുടെ മുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അതിന് പകരം വയ്ക്കാൻ പറ്റിയ ഒന്നും ഇപ്പോൾ പാർട്ടിയിലില്ല. മോദിക്ക് ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ലോക്സഭാ പ്രചരണത്തിനുള്ള മറ്റൊരു ശക്തമായ പ്രചരണോപാധിയാണ്. ഇത് മികച്ച വിജയത്തിലേക്ക് BJPയെ നയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. ഇത്തരത്തിൽ ശക്തമായ മുദ്രാവാക്യം ഉയർത്താൻ മറ്റു പാർട്ടികൾക്കൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.